ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മനുഷ്യൻ വിരുന്നു പോയി വരുമ്പോൾ ഒരു സുഹൃത്ത് ദൂരദേശത്ത് നിന്ന് കൊണ്ടുവന്ന കുറെ ഫ്രൂട്ട്സ് പൊതിഞ്ഞുകെട്ടി വണ്ടിയിൽ വെച്ചു. അത്യാവശ്യം സമ്പന്നനായ അയാൾക്ക് അത് കിട്ടിയിട്ട് വേണ്ട, എന്നാലും സന്തോഷത്തോടെ സ്വീകരിച്ചു. അയാൾ വരുന്നതിനിടെ വഴിതെറ്റി. തികച്ചും അപരിചിതത്വം തോന്നുന്ന സ്ഥലം. ആരോട് ചോദിക്കും? അല്ലാഹുവേ, നീ എനിക്ക് വഴി കാണിച്ചതാ എന്ന് പറഞ്ഞു. തിരിഞ്ഞതും ഒരു പ്രായമുള്ള മനുഷ്യൻ മുന്നിൽപ്പെട്ടു. വഴി ചോദിച്ചു. 5 കിലോമീറ്റർ പിന്നോക്കം പോകണം ഇയാൾക്ക് കടന്നു പോകാനുള്ള വഴി കിട്ടാൻ. നിങ്ങൾ എങ്ങോട്ടാ കയറുന്നോ എന്ന് ചോദിച്ചു. ഞാനും ആ വഴിക്കാണ്. അവിടെ ഇറക്കി തന്നാൽ എനിക്കും ഉപകാരമാകും. പിന്നെന്താ, നിങ്ങൾ കയറ്, നമുക്ക് വർത്തമാനം പറഞ്ഞു പോകാലോ. നല്ല ശാന്ത സ്വഭാവിയായ വൃദ്ധൻ, പക്ഷേ ക്ഷീണിതൻ. അയാൾ പൊതിയിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് വൃദ്ധന് കൊടുത്തു. അയാൾ അത്ഭുതത്തോടെ ആഹ്ലാദത്തോടെ അത് കയ്യിൽ വാങ്ങി. പക്ഷേ കഴിക്കുന്നില്ല. കഴിക്കൂ എന്ന് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോ തിന്നാൻ തുടങ്ങിയാൽ തീരില്ല. അടുത്ത വളവിൽ ഞാൻ ഇറങ്ങും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. ആ വളവിലാണോ വീട്? ഞാൻ കൊണ്ടാക്കാം. അവിടെ നിന്ന് കുറച്ചു പോകാനുണ്ട്. നിങ്ങൾക്ക് സമയം വൈകും. എന്നെ വളവിൽ ഇറക്കിയാൽ മതി. ഓ, ഞാനല്ലല്ലോ വണ്ടിയല്ലേ ഓടുന്നത്. ഞാൻ വീട്ടിലിറക്കാം. ആ വളവിൽ നിന്ന് ഒരുപാട് പോകാനുണ്ടായിരുന്നു ആ വയോധികന്റെ വീട്ടിലേക്ക്. ഇത്ര ദൂരം ഉണ്ടായിട്ടാണോ നിങ്ങൾ നടന്നു പോകാമെന്ന് പറഞ്ഞത്? ഇതൊക്കെ എനിക്ക് ശീലമാണ്. ഞാൻ എല്ലാം അല്ലാഹുവിൽ തവക്കലാക്കി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലി നടക്കും. പറന്നു പോകുന്ന വേഗത്തിൽ വീടെത്തും. അപ്പോഴേക്കും ഒരു ചെറിയ കുടിലും അതിനു മുന്നിൽ ഒരു ഉമ്മൂമ്മയും 2 കുട്ടികളും നിൽക്കുന്നത് കണ്ടു. ഇവർ എന്താണാവോ ഈ സമയം വീടിന്റെ പുറത്തു നിൽക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണോ? വേണ്ട, അത് എൻ്റെ ഭാര്യയും പേരക്കുട്ടികളുമാണ്. അവരുടെ ആവശ്യം നിറവേറിക്കഴിഞ്ഞു. യുവാവ് വണ്ടി നിർത്തി ഇറങ്ങി. ഉപ്പൂപ്പയെ കണ്ടതും കുട്ടികൾ തുള്ളിച്ചാടാൻ തുടങ്ങി. അദ്ദേഹം ആപ്പിൾ കുട്ടികൾക്ക് കൊടുത്തു. അവർ ബിസ്മി ചൊല്ലി വാങ്ങി. ഉമ്മുമ്മ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചു. നിങ്ങൾ എങ്ങനെ വരും എന്ന ഒരു നിശ്ചയവുമില്ലാതെ ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. അതാണ് ഞാനും കുട്ടികളും പുറത്ത് കാത്തു നിന്നത്. റബ്ബേ, നേരം ഇരുട്ടാകും മുമ്പ് മൂപ്പരെ നീ എത്തിക്കണേ എന്ന് ഞാൻ പറഞ്ഞപ്പോ 2 മക്കളും ആമീൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് വണ്ടിയുടെ ഹോൺ കേട്ടത്. ചെറുപ്പക്കാരന് ഒന്നും മനസ്സിലായില്ല. അയാൾ ചോദിച്ചു, എന്താണ് സംഭവം? വൃദ്ധൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പേരക്കുട്ടികളാണ്, യതീമുകൾ. ഞങ്ങളുടെ കൂടെയാണ് കഴിയുന്നത്. ഞങ്ങൾക്ക് ത്രാണിയില്ല എന്ന് അറിയുന്നതുകൊണ്ട് അവർ ഒന്നും ആവശ്യം പറയാറില്ല. ഈ തൊടിയിൽ ഉണ്ടാവുന്ന പച്ചക്കറിയും പഴങ്ങളുമാണ് ഞങ്ങൾ 3 ഭക്ഷണം. ഉടുപ്പുകൾ പിന്നിക്കീറിയിട്ടും യാതൊരു പരാതിയും കൂടാതെ അതിട്ടാണ് അവർ നടക്കുന്നത്. ഇന്നലെ ഒരു പുസ്തകത്തിൽ ആപ്പിളിന്റെ പടം കണ്ടപ്പോൾ മുതൽ ഒരാപ്പിൾ വാങ്ങിത്തരുമോ എന്ന് 2 ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ കഷ്ടിച്ച് ടൗണിലെത്താനുള്ള ബസ് കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങാടിയിൽ ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്. അത് ചോദിച്ചു വാങ്ങി ഒരാപ്പിൾ വാങ്ങിക്കൊടുക്കാം എന്നോർത്ത് ഇറങ്ങിയതായിരുന്നു. അങ്ങാടിയിൽ ചെന്നപ്പോൾ അയാളെ കണ്ടില്ല. അല്പം സങ്കടം വന്നു. എന്നാലും എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കടയിൽ ചെന്നപ്പോൾ ആപ്പിളിന് വില കൂടി നിൽക്കുന്ന സീസൺ ആണ്, കിട്ടാനില്ല എന്ന് പറഞ്ഞു.
അക്കാര്യം വീട്ടിൽ ചെന്ന് മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം എന്ന് തീരുമാനിച്ചു. തിരിച്ചു പോരാൻ വണ്ടിക്കൂലിയും ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ആണ് നിങ്ങൾ കാർ കൊണ്ടുവന്ന് നിർത്തി കയറുന്നുവെന്ന് ചോദിച്ചത്. അൽഹംദുലില്ലാ, ഞാൻ തവക്കൽ ചെയ്ത എന്റെ റബ്ബ് വീട്ടിലെത്തിച്ചു. മക്കൾക്ക് ആഗ്രഹിച്ച ആപ്പിളും എത്തിച്ചു. ആ ചെറുപ്പക്കാരൻ ആലോചിച്ചു, ഈ മക്കൾ ആപ്പിളിന് ആഗ്രഹിച്ച സമയം സീസൺ അല്ലാഞ്ഞിട്ടും റബ്ബ് എന്റെ പരിചയക്കാരൻ വഴി അതിനുള്ള മാർഗമൊരുക്കി. ഈ ഉപ്പൂപ്പയുടെ അടുത്തെത്തിക്കാൻ എന്നെ വഴിതിരിച്ചു വിട്ടു. ഉമ്മൂമ്മയുടെ പ്രാർത്ഥനയുടെ പിന്നാലെ എന്നെ ഈ വീട്ടിലെത്തിച്ചു. ആ പഴക്കുടയും കുറച്ചു പൈസയും ഉമ്മൂമ്മയെ ഏൽപ്പിച്ച് സലാം പറഞ്ഞ് കാറിൽ കയറുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.